മതരാഷ്ട്രവാദത്തിന്റെ വിനാശങ്ങളെക്കുറിച്ച് ഒരല്പം മാത്രം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. യഥാർത്ഥത്തിൽ ആധുനിക ലോകത്ത് മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിച്ചത് പ്രധാനമായും രണ്ടാളുകളാണ്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബുൽ അഅ്ല മൗദൂദിയും മറ്റൊന്ന് ഇഖ്വാനുൽ മുസ്ലിമൂൻ അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാവ് സയ്യിദ് കുതുബും. സയ്യിദ് കുതുബിനെ അറബ് ലോകം മൊത്തത്തിൽ തള്ളി എന്ന് നമുക്കൊക്കെ അറിയാം. മുല്ലപ്പൂ വിപ്ലവങ്ങൾ ലോകത്ത് എവിടെയും വിരിയാതെ പോകുന്നതിന്റെ പ്രധാന കാരണം സയ്യിദ് കുതുബിനെ ലോകം തള്ളിയത് കൊണ്ടാണ്, അറബ് ലോകം തള്ളിയത് കൊണ്ടാണ്. എന്നാൽ സയ്യിദ് അബുൽ അഅ്ല മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിനെ ഈ കേരളത്തിലെങ്കിലും ഒരു കാലത്ത് വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പൊതുസമൂഹം തള്ളിയിട്ടുണ്ട്. നവോത്ഥാന ചർച്ചയിൽ ഒരു ഇടം നൽകാൻ പറ്റാത്ത വിധം സമൂഹം അദ്ദേഹത്തെ അവഗണിച്ചിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അദ്ദേഹം ഒരു മുജദ്ദിദല്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടില്ലാത്ത വിധം പറയുന്നുണ്ട്. ഞാനത് പറയുമ്പോൾ 2 വർഷം മുമ്പ് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ കൈറോയിൽ നടന്ന ഒരു കോൺഫറൻസിൽ അവിടെ കൈറോ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ തജ്ദീദിനെ കുറിച്ച്, നവോത്ഥാനത്തെക്കുറിച്ച് കോൺഫറൻസ് നടന്നപ്പോൾ അവിടെ ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രമേയത്തിലെ മുഖ്യമായ ഭാഗം ഇതായിരുന്നു: മതത്തിന് വേണ്ടിയത് ഒരു മിനുക്ക് പണിയല്ല, ഒരു പുനർനിർമ്മാണമാണ് വേണ്ടിയത് എന്ന് ആ സദസ്സിൽ പറഞ്ഞപ്പോ ഇന്നത്തെയും ഷെയ്ഖുൽ അസ്ഹർ ആയിട്ടുള്ള അഹമ്മദ് തൊയ്യിബ് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഒരു പുതിയ വീട് മാറ്റിപ്പണിത് ഒരു നിലവിലുള്ള വീട് മാറ്റിപ്പണിത് മറ്റൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ അതിന് തജ്ദീദ് എന്ന് പറയില്ല. മറിച്ച് നിലവിലുള്ള വീടിനെ ഒന്ന് മിനുക്കിപ്പണിയുമ്പോഴാണ് അതിന് തജ്ദീദ് എന്ന് പറയുക. യഥാർത്ഥത്തിൽ മൗദൂദിക്ക് മനസ്സിലാകാത്ത ഒരു വലിയ സംഗതിയായിരുന്നു. മൗദൂദി മതത്തിലെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ മിനുക്കിപ്പണിയാനല്ല ശ്രമിച്ചത്, മറിച്ച് അദ്ദേഹം മതത്തെ പൂർണ്ണമായും പുതുക്കിപ്പണിയാനാണ് ശ്രമിച്ചത്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ഉറുദു ഗ്രന്ഥത്തിൽ ഇത് പറയുന്നുണ്ട്. അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഇവർ നൽകിയത് ഇങ്ങനെയാണ്: ഞാനൊരു പരിഷ്കരണവാദിയല്ല, മിനുക്കുപണി കൊണ്ട് മതിയാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, പ്രത്യുത പുനർനിർമ്മാണവാദിയത്രേ ഞാൻ. അപ്പോൾ മതത്തെ പുനർനിർമ്മിക്കാൻ വന്ന ഒരാളെ കുറിച്ച് ഒരിക്കലും മുജദ്ദിദ് അല്ലെങ്കിൽ നവോത്ഥാനത്തിനു വേണ്ടി ശ്രമിച്ച ഒരാള് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അബുൽ അഅ്ല മൗദൂദിയെ നമ്മൾ നവോത്ഥാന നായകരിൽ, ഇസ്ലാമിന്റെ പേരിലുള്ള നവോത്ഥാന നായകരിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് അബുൽ അഅ്ല മൗദൂദി ഇവിടെ കൊണ്ടുവന്ന ഈ മത രാഷ്ട്രവാദത്തിന്റെ വിനാശം? മുസ്ലിം ലോകത്ത്, പ്രത്യേകിച്ചും ഇന്ത്യയിലെ സാമൂഹ്യപരമായ, സാംസ്കാരികപരമായ, രാഷ്ട്രീയപരമായ, സാമ്പത്തികപരമായ ഈ 4 വിനാശങ്ങളുടെയും ഏറ്റവും വലിയ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് യഥാർത്ഥത്തിൽ അബുൽ അഅ്ല മൗദൂദി എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? നമ്മളത് വളരെ ആഴത്തിൽ മനസ്സിലാക്കണം. ഇസ്ലാം ദീനിൽ ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്, 10,000-കണക്കിന് നിയമവ്യവസ്ഥിതികളുണ്ട്, അല്ലെങ്കിൽ അഹ്കാമുകളുണ്ട്, ഹുക്കുമുകളുണ്ട്. ഇസ്ലാം എന്നുള്ളത് വളരെ സമഗ്രമാണ്. ലോകത്തെ ഓരോ മനുഷ്യനെയും ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും അഭിമുഖീകരിക്കുന്ന ശക്തമായ, ഭദ്രമായ ഒരു മതമാണ് ഇസ്ലാം. പക്ഷെ മൗദൂദിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഇക്കാര്യങ്ങളൊക്കെ അപ്രസക്തമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമാണ്, അത് രാഷ്ട്രവും രാഷ്ട്രീയവുമാണ്. രാഷ്ട്രവും രാഷ്ട്രീയവും എന്നുള്ളതിനപ്പുറം ഇസ്ലാമിന് അദ്ദേഹത്തിന് ഒരു നിലക്കും വായിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അബുൽ അഅ്ല മൗദൂദിയും സയ്യിദ് കുതുബും ഈ സമൂഹത്തിന് നൽകിയ, അല്ലെങ്കിൽ ഈ സമൂഹത്തോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരത. അദ്ദേഹത്തിന്റെ റുദാദെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് ഉറുദുവില് ലഭ്യമാണ്. ആ ഗ്രന്ഥത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷനും നടത്തപ്പെട്ടിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി 1942 രൂപീകരിച്ചു. ആ രൂപീകരിച്ച അന്ന് അവിടെ കൂടിയ പ്രമേയങ്ങളെ ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തില് മൗദൂദി പറയുന്നു,
മതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നല്ല ഭരണമാണ്. നമ്മുടെ മതത്തിന്റെ ഇസ്ലാമിന്റെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊരു ലക്ഷ്യവും ഇസ്ലാമിനില്ല. ഇസ്ലാമിന്റെ യഥാർത്ഥ ലക്ഷ്യം ഭരണമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങളിൽ, ഞാൻ സമയം വളരെ കുറവായത് കൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല, ധാരാളം ഗ്രന്ഥങ്ങള്, ഖുതുബാത്തില്, തഫ്ഹീബില് തുടങ്ങിയ മുഴുവൻ ഗ്രന്ഥങ്ങളും അദ്ദേഹം നിരന്തരം ഈ സമൂഹത്തെ ഉണർത്തിയത് ഭരണമാണ് ഇസ്ലാം. നിങ്ങൾ ഭരണത്തിന് വേണ്ടി ശ്രമിക്കണം. ഭരണമില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. നേരത്തെ പറഞ്ഞതുപോലെ പുതിയൊരു തൗഹീദ് സൃഷ്ടിച്ചു, തൗഹീദുൽ ഹാക്കിമിയ. അതിനാണ് ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്നത്. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ഒരു പുതിയ തൗഹീദ് സൃഷ്ടിച്ച് സെക്യുലർ നാട്ടില്, പ്രത്യേകിച്ചും ഇന്ത്യ പോലത്തെ നാട്ടില്, ഇവിടെ ഒരു അമുസ്ലിം ഭരണാധികാരിക്കോ അല്ലെങ്കിൽ അമുസ്ലിങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടാക്കിയ നിയമത്തിനോ അതുപോലത്തെ എന്തിനു വഴിപ്പെട്ടാലും അദ്ദേഹം കാഫിറായി പോകും, മുശ്രിക്കാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരത. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ 1400 വർഷക്കാലം ഇവിടെ മുസ്ലിങ്ങൾ ജീവിച്ചു എന്ന് നമുക്കൊക്കെ ചരിത്രത്തിന്റെ വസ്തുത നമുക്കറിയാം. ഈ 1400 വർഷത്തിനിടയിൽ ടിപ്പു സുൽത്താൻ വന്നുപോയി എന്നൊഴിച്ചാൽ മലബാറില് ഒരു മുസ്ലിം രാജാവും ഭരിച്ചിട്ടില്ല. ഈ മലബാറിൽ കഴിഞ്ഞ 1400 വർഷക്കാലം ജീവിച്ച മുഴുവൻ മുസ്ലിങ്ങളും മുശ്രിക്കുകളാണ്. അവരുടെ ഈമാന് പൂർണ്ണമല്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഏക നേതാവ് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ മദീനയിൽ പ്രബോധനം നടത്തിയപ്പോൾ ധാരാളം മുഅ്മിനീങ്ങളെ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അവിടെയൊന്നും നബിയുടെ ഭരണമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ മാത്രമാണ് ഭരണം നടത്തിയത്. ധാരാളം മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലേക്ക് കച്ചവടത്തിന് പോയിട്ടുണ്ട്. അവിടെയും ഇസ്ലാമിക ഭരണമായിരുന്നില്ല. ധാരാളം ആളുകൾ പഠനാവശ്യത്തിന് പല ദിക്കുകളിലും പോയിട്ടുണ്ട്. അവിടെയും ഇസ്ലാമിക ഭരണമായിരുന്നില്ല. അവിടെയൊക്കെയുള്ള ഭരണത്തിന് കീഴൊതുങ്ങുന്നവരുടെ ഈമാന് സമ്പൂർണമല്ല എന്ന് ലോകത്തോട് വളരെ നിർദ്ദയം പ്രഖ്യാപിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഈ സമൂഹത്തോട് ചെയ്ത ക്രൂരതകളിലൊന്ന്. പക്ഷെ ഈ വാദം അവിടെ ഒതുങ്ങുന്നതായിരുന്നില്ല. അദ്ദേഹം 1940കളില് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യത്തിന്റെ ദാഹം അതികഠിനമായ ഒരവസ്ഥയില് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നോക്കി അദ്ദേഹം ശക്തമായി പിന്തിരിപ്പൻ ആശയങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ചു. എത്രമാത്രം നമുക്കൊക്കെ അറിയാം. ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന, തോറ്റു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യത്യസ്ത മുന്നണികളിൽ ഒന്ന് കയറിക്കൂടാൻ വേണ്ടിയിട്ട് വളരെ കഠിനാധ്വാനം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാര് അവര് 100% തെരഞ്ഞെടുപ്പിനെ നിരുത്സാഹപ്പെടുത്തി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെന്റൻസാ. അത് പൂർണ്ണമായും ഷിർക്കാക്കി തള്ളി, ഹറാമാക്കി തള്ളി. ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. നമ്മൾ നിരന്തരം കേട്ട വസ്തുതകളാണ്. നമ്മുടെ നാട് അംഗീകരിച്ച രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ജനങ്ങൾക്കാണ്, അഥവാ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്കാണ്. അതിനാൽ ഇവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥ അനിസ്ലാമികമാണ്, അഥവാ ജാഹിലിയത്താണ്. പ്രബോധനത്തിൽ വീണ്ടും എഴുതുന്നു, നമ്മുടെ അഭിപ്രായത്തിൽ ഇന്ന് മുസ്ലിങ്ങൾ ചെയ്യേണ്ട ശരിയായ പ്രവൃത്തി തെരഞ്ഞെടുപ്പിൽ നിന്ന് അവർ തികച്ചും വിട്ടുനിൽക്കുക എന്ന നിഷേധാത്മകതയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവർ സ്വയം സ്ഥാനാർത്ഥികളായി നിൽക്കുകയോ ഇതര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുകയോ അരുത്. യഥാർത്ഥ വഴികളിൽ കൂടി ചലിക്കാനുള്ള ഒന്നാമത്തെ കാലടിയാണത്. 1956 പ്രബോധനം. ഇത് മൗദൂദി തന്നെ എഴുതിയതായിട്ട് അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ വായിക്കാം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അസംബ്ലിയിൽ പോകുന്നതും ഒരു അനിസ്ലാമിക ഭരണവ്യവസ്ഥയ്ക്ക് കീഴിലെ ഒരു മതേതര ജനാധിപത്യ സ്റ്റേറ്റ് സ്ഥാപിക്കാനാണെങ്കിൽ അത് നമ്മുടെ തൗഹീദിനും ആദർശത്തിനും മതത്തിനും വിരുദ്ധമായിരിക്കും. വീണ്ടും പ്രബോധനം എഴുതുന്നു, അനിസ്ലാമിക ഭരണവ്യവസ്ഥയുടെ നടത്തിപ്പിൽ ഭാഗമാക്കാവുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ വിശ്വസിക്കുന്നു. ഇന്നത്തെ മതേതര ഭൗതിക രാഷ്ട്രത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാനോ വോട്ട് രേഖപ്പെടുത്താൻ തന്നെയുമോ ഒരു നിവൃത്തിയുമില്ല. പ്രബോധനം, ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെ പിന്താങ്ങുകയോ ചെയ്ത ഒരൊറ്റ സംഭവമില്ല. അതിന്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണ്. ഇങ്ങനെ ഇഷ്ടം പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല. എവിടെ നിന്നാ പറയുന്നത്? ഞാൻ അതാണ് ആദ്യത്തിൽ പറഞ്ഞത്. മതരാഷ്ട്രവാദം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എത്രമാത്രം ആഴത്തിലേക്കാണ് തള്ളിയിട്ടത് എന്നുള്ളതിന് ഈ ഒരൊറ്റ വരി മാത്രം മതി.
കാരണം എന്താണ്? മുസ്ലിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഉയർന്നു വരണം എന്നുള്ളതിൽ ലോകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇന്ത്യ പോലത്തെ മതന്യൂനപക്ഷമായി ജീവിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾ ഉയർന്നു വരണം, രാഷ്ട്രീയപരമായിട്ട് ഉയർന്നു വരണം എന്ന് അതിന് തയ്യാറാകാത്ത ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ പിന്നോട്ട് നയിച്ച ഏക ഇന്ത്യയിലെ പ്രസ്ഥാനം അത് ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദി സാഹിബുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രമാത്രം എന്ന് ചോദിച്ചാൽ ഇവിടെ തീരുന്നതല്ല അവരുടെ ആശയം എന്നുള്ളത്. അവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശിർക്കാക്കി എന്നുള്ളതോടൊപ്പം ഗവൺമെന്റ് ജോലിയിൽ നിന്ന് രാജിവെക്കൽ നിർബന്ധമാക്കി, കോടതികൾ പോകുന്നത് ഹറാമാക്കി, ശിർക്കാക്കി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ പോകുന്നത് വളരെ ശക്തമായ വിലക്ക് അവർ ഏർപ്പെടുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും പോകാൻ പാടില്ല എന്നവർ പറഞ്ഞു. ഇത് പറയുമ്പോ ചിലരെങ്കിലും വിചാരിക്കും ഇതൊക്കെ പഴയ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയാണ്, നിലവിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് ഇങ്ങനൊന്നൊരു വാദല്ല എന്ന് മനസ്സിലാക്കും. ആദ്യം മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്ക് രണ്ട് മുഖമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് രണ്ട് മുഖമുണ്ട് എന്നുള്ളതാണ്. ഷിയാക്കൾക്ക് തെക്കിയ എന്ന് പറയുന്ന അഭിനയിക്കുക എന്നുള്ളത് അവരുടെ ഈമാനിന്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ അതേ വീക്ഷണം വെച്ച് പുലർത്തുന്ന ഏക മുസ്ലിം സംഘടന അത് ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും അഭിനയിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരൊറ്റ പ്രസ്ഥാനം. അവര് എന്തു പറഞ്ഞു? ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ആശയങ്ങളൊന്നുമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഇക്കഴിഞ്ഞ 2019 ജനുവരിയിൽ ഇറങ്ങിയ ബോധനം മാസികയില് അവര് പറയുന്നു, ജനങ്ങളുടെ പരമാധികാരം എന്ന ജനാധിപത്യ സങ്കല്പം ദൈവത്തിന്റെ പരമാധികാരത്തോടും മതേതരത്വം ജീവിതത്തെ വിഭജിക്കാതിരിക്കുക എന്ന ഇസ്ലാമിക കാഴ്ചപ്പാടിനോടും ഇടയുന്നതിനാൽ അത് ഇസ്ലാം വിരുദ്ധമാണെന്ന നിലപാടായിരുന്നു അത്. അവര് ന്യായീകരിച്ചു പറയാം. സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുകയും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തതിനു ശേഷവും മതേതരത്വത്തോടും ജനാധിപത്യത്തോടുമുള്ള ഈ താത്വിക നിലപാടിൽ ജമാഅത്ത് മാറ്റം വരുത്തിയില്ല. അതിനാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണവ്യവസ്ഥ അടിസ്ഥാനപരമായി അനിസ്ലാമികമാണെന്ന് തന്നെയാണ് ഇന്ന് ജമാഅത്ത് വിലയിരുത്തുന്നത്. ഇത് 2019 ഇപ്പോഴും അനിസ്ലാമിക ഭരണകൂടം അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിൽ ജീവിക്കുന്നത് അനിസ്ലാമികമാണ്, ഞങ്ങൾ ഇസ്ലാം അനുസരിച്ചല്ല ജീവിക്കുന്നത് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമിന്റെ ഭരണഘടനയിലും നമുക്കിത് വായിക്കാൻ കഴിയും. ഭരണഘടന ധാരാളം തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ തിരുത്തലുകൾക്ക് വിധേയമാക്കിയാലും 2005 ഭരണഘടന നമുക്കിങ്ങനെ വായിക്കാം, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വളരാനുള്ള ഏക സ്കോപ്പ് ഗവൺമെന്റ് തലത്തിലും ഗവൺമെന്റേതര തലത്തിലും മുസ്ലിങ്ങൾ വന്ന് മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും വേണ്ടിയിട്ടും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് കൂട്ടമായ വിവേചനമില്ലാത്ത സൽക്കർമ്മങ്ങളും നല്ല കർമ്മങ്ങളും ചെയ്തു കൊടുക്കുക, സേവനങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് ഇന്ത്യയിലെ ഓരോ മുസ്ലിങ്ങളും വിളിച്ചു പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടനയിൽ ഒരാൾ ജമാഅത്തുകാരനാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മുഴുവൻ ഭരണവ്യവസ്ഥയിലും താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയിൽ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക എന്ന് പറഞ്ഞാൽ ഇത്തരം മുഴുവൻ സ്ഥാനങ്ങളും കൈയൊഴിഞ്ഞ് ഒരു സമ്പൂർണമായി തീർത്തും അവമതിക്കപ്പെട്ട ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് വളരെ നിഷ്കരുണം പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ തീർന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വളർന്നു വരാനുള്ള ഏറ്റവും വലിയ ആയുധം എന്താണ്? അത് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് തന്നെയാണ്. ഗവൺമെന്റ് തലത്തിലും ഗവൺമെന്റേതര തലത്തിലുമുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹലാലായ രൂപത്തിൽ പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും ഫർള് ഐനും ഫർള് കിഫായയാണ് എന്നുള്ളതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവര് ഇന്ത്യയിലെ ഒരൊറ്റ സ്ഥാപനത്തിലും മുസ്ലിങ്ങൾ പഠിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറയുന്നവരാണ്. താഗൂത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെട്ടതാണ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് വീക്ഷണം അനുസരിച്ച് ശിർക്ക് എന്നതിന് ഒറ്റവാക്കിൽ പറയാം. താഗൂത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെട്ടതാണ് ബിംബങ്ങൾ, ദൈവേതര ഭരണകൂടങ്ങൾ, അദൈവിക കോടതികൾ, നിഷിദ്ധമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ. ഞാനിത് പറയുമ്പോൾ ഇതൊരു കേവലം തിയറിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഒരു അക്കാഡമിഷ്യൻ ഉണ്ട്.
അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഇസ്ലാമിസം ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ, ദ ട്രാൻസ്ഫോർ